2 ഉരുളക്കിഴങ്ങും ഒരു സവാളയും മാത്രം മതി ചോറിന് ബെസ്റ്റായ തേങ്ങ വറുത്തരച്ച കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരിക്കൽ കഴിച്ചാൽ ആ രുചി ഒരിക്കലും മറക്കാനാവില്ല. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്കൊരു വലിയ സവാള അരിഞ്ഞത് വേണം. അതുപോലെ തന്നെ 2 വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില വേണം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി നമ്മൾ അരപ്പിനായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ സവാളയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കറിവേപ്പിലയും കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളവും വെച്ച് അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇതിലേക്ക് ഒഴിക്കാം. വേറെ ഇതിന് താളിപ്പ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു സംഭവം ചേർത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു തേങ്ങ എടുക്കാൻ പോവുകയാണ്. തേങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ചിരവിയത് യൂസ് ചെയ്യാം, ഇങ്ങനെ കട്ട് പീസായിട്ട് യൂസ് ചെയ്യാം. ഞാനിതാണ് യൂസ് ചെയ്തിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് 1-2 സെക്കൻഡ് ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുത്തിയെടുത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ കൊത്തെടുത്തിട്ട് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കുകയാണ്. ഇത് 2 മാത്രമുള്ളൂ മൂപ്പിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറിൽ വരെ, അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തേങ്ങ മൂത്ത് വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതൊക്കെ ഇടുമ്പോൾ സിമ്മിൽ വെക്കണം കേട്ടോ, കരിഞ്ഞു പോകാതെ നോക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ആറിയ ശേഷം തണുത്ത ശേഷം നമുക്കൊരു ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതെങ്ങനെയുണ്ട്. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അരപ്പിൻ്റെ ബാക്കി വെള്ളവും കൂടെ നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ കടുക് വറുത്ത് പൊട്ടിച്ച് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കതിന് പകരം നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഈ കറിയൊക്കെ തിളച്ച് വന്ന ശേഷം നമുക്ക് നന്നായിട്ട് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നല്ല സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ചോറിനും വൈകുന്നേരം ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളിയായിട്ട് പെയർ ചെയ്യുന്ന ഒരു നല്ല കോംബോയാണ് ഈ കറി കേട്ടോ. അതായത് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂ. വറുത്തരച്ച കറി, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.